നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 20 2025 കേരള ബോക്സ് ഓഫീസിലെ 3 സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസ് ആണ്. 3 സിനിമകൾ എന്ന് പറയുമ്പോൾ ലോക, മിറാഷ്, ഹൃദയപൂർവ്വം എന്നീ 3 ചിത്രങ്ങളുടെ കളക്ഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് റീ റിലീസ് ചെയ്ത ചിത്രങ്ങൾ 6 ചിത്രങ്ങളുടെ കളക്ഷൻ ഡീറ്റെയിൽസും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 20 ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ ഡീറ്റെയിൽസുകളെ കുറിച്ചാണ്. ലോക എന്ന ചിത്രം സെപ്റ്റംബർ 20 ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,67,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ഓർക്കുക, ഈ ചിത്രം ഇറങ്ങിയിട്ട് 23 ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഇത്ര വലിയൊരു കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഉണ്ടായത് എന്നത് നമ്മൾ മറക്കരുത്. മൊത്തം കളക്ഷനിലേക്ക് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലോക എന്ന ചിത്രം ഇതിനോടകം 100 കോടി പ്രവേശിച്ചിട്ടുണ്ടാവാം. എന്തായാലും 100 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പ്രേം നസീറിനെ വെച്ച് സിനിമ എടുത്ത നിർമ്മാതാക്കളൊക്കെ ഈ വിവരങ്ങൾ അറിഞ്ഞു കാണുമെന്നും ഇതിനു മുന്നേ തുടരും എന്ന ചിത്രം 118ഓളം കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതും അറിഞ്ഞു കാണുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി ലോക എന്ന ചിത്രം തുടരും എന്ന ചിത്രത്തിന്റെ റെക്കോർഡ് തകർക്കും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സെപ്റ്റംബർ 20 ശനിയാഴ്ച 2025 മിറാഷ് എന്ന ആസിഫ് അലി, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലെ ഏറ്റവും പുതിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 95 ലക്ഷം രൂപയാണ്. ഓർക്കുക, ഈ ചിത്രം ഇറങ്ങി 2ാമത്തെ ദിവസമാണ് സെപ്റ്റംബർ 20 എന്നുള്ളത്. വളരെ മോശം ഒരു ഓക്യുപ്പൻസിയാണ് ഈ ചിത്രത്തിന് നിലവിൽ ഉള്ളത്. റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ എത്രത്തോളം സർവൈവ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ കളക്ഷൻ ഡീറ്റെയിൽസ് ആണ്. വീക്കെൻഡിലേക്ക് എത്തുമ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ചെറിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 40 ലക്ഷം 30 ലക്ഷം റേഞ്ചിലായിരുന്നു കളക്ഷൻ എങ്കിൽ വീക്കെൻഡിൽ ശനിയാഴ്ച 20 ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് 51 ലക്ഷം രൂപയാണ്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഈ ഹൃദയപൂർവ്വം എന്ന ചിത്രം ശനിയാഴ്ച ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത്. ഫാമിലി ഓഡിയൻസിന്റെ കടുത്ത സപ്പോർട്ട് ഇപ്പോഴും ഈ ചിത്രത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകയെ പോലെ തന്നെ 23 ദിവസമായി തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഹൃദയപൂർവ്വം എന്ന ചിത്രം 41 കോടി രൂപ നേടിക്കഴിഞ്ഞു. വേൾഡ് വൈഡ് ആയിട്ട് ഹൃദയപൂർവ്വം എന്ന ചിത്രം ഏകദേശം 75 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് 75 കോടിയിൽ ഹൃദയപൂർവ്വം എന്ന സിനിമ പ്രവേശിക്കും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ റീ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ ടോട്ടൽ കളക്ഷനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനായി അഭിനയിച്ച വല്യേട്ടൻ എന്ന ചിത്രം റീ റിലീസ് ചെയ്തപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 95 ലക്ഷം രൂപയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്നെ ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മമ്മൂട്ടി ആരാധകരും ആക്ഷൻ സിനിമാ പ്രേമികളും ഒരുപാട് ആവശ്യപ്പെട്ടതനുസരിച്ച് ശേഷമാണ് ഈ ചിത്രം തിയേറ്ററിൽ എത്തിയത്. 4K ഡോൾബി അറ്റ്മോസിലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇത് വേറിട്ടൊരു അനുഭവമായിരുന്നു. ഏതായാലും വല്യേട്ടൻ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് റീ റിലീസ് ചെയ്ത സമയത്ത് 95 ലക്ഷം രൂപ സ്വന്തമാക്കി. അടുത്തത് മലയാള സിനിമയിലെ കൾട്ട് ക്ലാസിക് ചിത്രം വടക്കൻ വീരഗാഥ. 1989 ഇറങ്ങിയ ഈ ചിത്രം പിന്നീട് ഈ കഴിഞ്ഞ മാസങ്ങളിൽ 4K ഡോൾബി അറ്റ്മോസായി റീ റിലീസ് ചെയ്തിരുന്നു. ആ അവസരത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് 1,60 ലക്ഷം രൂപയാണ്. ഒരു കൾട്ട് ക്ലാസിക് ചിത്രം എന്നുള്ള നിലയ്ക്ക് അത്ര വലിയൊരു കളക്ഷനായി നമുക്കിത് കാണാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു റീ റിലീസ് ചിത്രം 1,60 ലക്ഷം രൂപ നേടുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 2007 അൻവർ റഷീദ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിന്റെ റിലീസ് കളക്ഷൻ വിവരങ്ങളാണ്.
ആക്ഷൻ കൊണ്ടും കോമഡി കൊണ്ടും അന്നത്തെ കാലത്ത് വലിയൊരു വിജയമായിരുന്ന ചോട്ടാ മുംബൈ 4K ഡോൾബി അറ്റ്മോസിൽ റിലീസ് ചെയ്തപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയെടുത്തത് 4,03,00,000 രൂപയായിരുന്നു. വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രം നടത്തിയത് എന്ന് ഇതിന്റെ കളക്ഷൻ ബേസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 1993 സുരേഷ് ഗോപി, ശോഭന, മോഹൻലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച മണിച്ചിത്രത്താഴ് എന്ന ക്ലാസിക് ചിത്രം റിലീസ് ചെയ്യുകയുണ്ടായി. 93 സമയങ്ങളിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ഈ ചിത്രം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 4K ഡോൾബി അറ്റ്മോസ് മിക്സിലൂടെ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയായിരുന്നു. ആ അവസരത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് 4,60,00,000 രൂപയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട് തന്നെയാണിത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്ഫടികം എന്ന ചിത്രത്തെ കുറിച്ചാണ്. 4K ഡോൾബി അറ്റ്മോസിൽ റിലീസ് ചെയ്ത ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചിത്രം റിലീസ് ചെയ്തപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് 4,95,00,000 രൂപയാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ദേവദൂതൻ ചിത്രത്തെ കുറിച്ചാണ്. ഇറങ്ങിയ സമയത്ത് അത്ര വലിയ വിജയമല്ലാതെ പോകുകയും അങ്ങനെ കുറച്ചും കൂടി വിശദമായി പറഞ്ഞാൽ പരാജയമായി പോവുകയും പിന്നീട് ടെലിവിഷനിലും യൂട്യൂബിലും കണ്ട് ആളുകൾ അഭിപ്രായം പറയുകയും 4K ഡോൾബി അറ്റ്മോസിൽ റിലീസ് വേണമെന്നും പ്രേക്ഷകർ നിരന്തരം ആവശ്യപ്പെട്ട ഒരു ചിത്രങ്ങളിൽ ഒന്നാണ് ദേവദൂതൻ. അതിന്റെ നിർമ്മാതാക്കൾ അത് 4K ഡോൾബി അറ്റ്മോസിലേക്ക് കൺവേർട്ട് ചെയ്ത് റിലീസിന് എത്തിച്ചപ്പോൾ വലിയൊരു വിജയമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ദേവദൂതൻ എന്ന ചിത്രം നേടിയെടുത്തത്. റിലീസ് ചെയ്ത സമയത്ത് ഒരു പുതിയ ചിത്രത്തിനുള്ളത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ജനത്തിരക്കുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും റിലീസ് ചെയ്ത സമയത്ത് ദേവദൂതൻ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് 5.5 കോടി രൂപയാണ്. ഇന്ന് വരെ റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ഈ നിലവിലെ അവസ്ഥയിൽ ദേവദൂതൻ എന്ന ചിത്രം തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിൽ രാവണപ്രഭു, സാമ്രാജ്യം പോലുള്ള ചിത്രങ്ങൾ റിലീസിന് എത്തുന്നുണ്ട്. എത്തരത്തിലായിരിക്കും അതിന്റെ പ്രതികരണം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയ സുഹൃത്തുക്കളെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സബ്സ്ക്രൈബ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദയവായി സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇന്ന് വിട പറയുന്നു. നന്ദി, നമസ്കാരം.